ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു കാരമൽ സേമിയ പായസത്തിൻ്റെ റെസിപ്പി നോക്കാം. ഐസ്ക്രീം കഴിക്കുന്ന രുചി എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റുള്ള റെസിപ്പിയാണ് ഇട്ടത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ആക്കി നോക്കുക, നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. ഞാനിതൊരു ബൗളിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ ചവ്വരി ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തെടുക്കണം. പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ സോക്ക് ചെയ്യുന്നത്. ഇനി ഇതാ മറ്റൊരു പാൻ ചൂടാവുന്ന സമയത്ത് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. പഞ്ചസാര കാരമലൈസ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലാതെ പെട്ടെന്ന് പഞ്ചസാര കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ പഞ്ചസാര നന്നായിട്ടൊന്ന് കാരമലായി തുടങ്ങിയിട്ടുണ്ട്. ഞാനിതാ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കാരമലാവാത്ത പഞ്ചസാരയും കൂടി ജസ്റ്റ് ഒന്ന് കാരമലാക്കി എടുക്കുന്നുണ്ട്. ഈ കളറ് കാരമലാക്കി എടുക്കുന്ന സമയത്താണ് കേട്ടോ നമ്മളെ പായസത്തിനും ഇതേ ഒരു കളർ ഉണ്ടാവുക. അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് 500 ml പാൽ, അതായത് 2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. പാൽ ചേർക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കട്ടോ. അങ്ങനെ ഞാനിതാ 2 കപ്പ് പാൽ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മൾ പാൽ ചേർക്കുന്ന സമയത്ത് ഈ കാരമൽ പെട്ടെന്ന് ഹാർഡായി പോവും. പക്ഷേ പാൽ നന്നായിട്ട് ചൂടായിട്ട് അത്യാവശ്യം തിളയ്ക്കുന്ന ഒരു കണ്ടീഷൻ ആവുന്ന സമയത്ത് ഈ കാരമലെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് നമ്മുടെ പാലിന് ഈ കാരമലിൻ്റെ കളറൊക്കെ ഇട്ടിട്ട് അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഇതാ നമ്മുടെ പാൽ നന്നായിട്ടൊന്ന് ചൂടായി അത്യാവശ്യം തിളയ്ക്കാനുള്ളൊരു സമയമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള സേമിയ ഒന്ന് വറുത്തെടുക്കണം. ഞാനിതൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പിൽ നിന്ന് കുറച്ച് കുറവായിട്ട് സേമിയ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. അങ്ങനെ ഞാനിത് സേമിയ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ പാല് നന്നായിട്ട് ചൂടായിട്ട് ആ കാരമലൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചവ്വരി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചവ്വരിക്ക് ഓവർ കുക്കിംഗ് ടൈം ഒന്നുമില്ല, പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ ചവ്വരിയും കൂടി ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് ചവ്വരി കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സേമിയയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾ വാങ്ങുന്ന സമയത്ത് റോസ്റ്റഡ് സേമിയ ആണെങ്കിലും ഇങ്ങനെ പായസത്തിലേക്ക് ചേർക്കുമ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്ത് ചേർക്കുന്നതാണ് പായസത്തിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ഇതാ ചവ്വരിയൊക്കെ ഒരു ഹാഫ് പോർഷനായിട്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സേമിയ കൂടി ചേർത്ത് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. സേമിയക്ക് ഓവർ കുക്കിംഗ് ടൈം ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഞാനിതാ ഇതിലേക്ക് സേമിയ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ്. ഇതൊരു നോർമൽ മധുരമാണ്. നിങ്ങൾ മധുരം ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറവാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ഈ സമയത്ത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് അല്ലെങ്കിൽ 1-2 ഏലക്കൻ്റെ സീഡും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറും കൂടി ഉണ്ടാവും കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ക്ലിപ്പൊന്ന് മിസ്സായി പോയതാണ് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റാഞ്ഞത്. അങ്ങനെ തന്നെ നമ്മുടെ സേമിയയും ചവ്വരിയും കൂടി നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഈ പായസത്തിന് ടെക്സ്ചറും അതേപോലെ ടേസ്റ്റും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നമ്മളെ ഈ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന സെയിം ഫീലാണ് ഇത് കഴിക്കുന്ന സമയത്ത് കിട്ടുക. ഈ പായസം ഇന്ന് ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് നാളെയൊക്കെ കഴിക്കുമ്പോൾ, അപ്പോഴേക്കും പായസം ഒന്നും കൂടി നന്നായിട്ട് കുറുകിയിട്ടുണ്ടാവും. ഈ പായസത്തിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് നെയ്യിൽ നമുക്ക് വറവിട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എങ്ങനെ തന്നെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ആക്കി നോക്കാം. നിങ്ങളെ കമൻസും കൂടി അറിയിക്കാം കേട്ടോ.